മുടിയൊക്കെ സെറ്റാണെന്ന് നോക്കിയോ. ഹായ്, നമ്മളിന്നൊരു ഫോട്ടോഷൂട്ടിന് കണ്ടിട്ട് ഇറങ്ങിയതാണ്. ചുമ്മാ എന്താ ഞാൻ മുടി തെറ്റാക്കൊണ്ടിരുന്നില്ലേ, സോറിടാ. 20 minutes later. ഹായ്, നമ്മളിന്നൊരു ഫോട്ടോഷൂട്ടിന് വേണ്ടി വന്നേക്കാണ്. നമ്മുടെ കൂടെ ഉള്ളത് ജോൺസ് ആണ്. ജോൺസ് സേ ഹായ്. ഹലോ. അതൊക്കെ എന്തെങ്കിലും ആട്ടെ. അപ്പം ഇന്ന് നമ്മളിപ്പോൾ ഉള്ളത് കൊടയത്തൂരാണ്. തുഴയുന്ന മൂലമറ്റം പോകുന്ന വഴിക്കുള്ള ഒരു അടിപൊളി സ്ഥലമാണ്. അത് സ്ഥിരം ഫോട്ടോ എടുക്കാനായിട്ടൊക്കെ വരുന്ന ഒരു സ്ഥിര സ്പോട്ടാണിത്. പിന്നെ ഈ സ്ഥലത്തിൻ്റെ അടുത്ത് ദൃശ്യം സിനിമയുടെ കുറേ ഷൂട്ടിംഗ് ഒക്കെ നടന്ന ലൊക്കേഷൻ കൂടിയാണ് ഈ സ്ഥലം. ഇപ്പം നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും കണ്ടു നോക്കാം. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പുറകെ വരും. ഓക്കെ ഓക്കെ. അപ്പം പുറകിന് മുമ്പിൽ എങ്ങനെയൊക്കെയൊക്കെ വരട്ടെ അല്ലേ. അപ്പം നമ്മുടെ ലൊക്കേഷനിലാണ് ഇപ്പോൾ വന്ന് നിൽക്കുവാണ്. ഇന്നത്തെ നമ്മുടെ ഷൂട്ടിൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ ഒരു പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ വെച്ച് ഒരു പ്ലാൻ ചെയ്തിട്ടുള്ളൊരു സാധനം ഷൂട്ട് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് ഇത്രയും നാളുണ്ടായിട്ടും. നമ്മൾ ഈ R6 തന്നെ എടുത്തിട്ടൊരു 1.25 വർഷം അടുത്തായി ഈ പൊടിഞ്ഞു വരെ. പിന്നെ ക്യാമറ എടുത്തിട്ടാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 3 വർഷത്തോളം ആകുന്നു. ഇതുവരെ അങ്ങനെ ഒരു പ്രോപ്പർട്ടീസ് വെച്ചൊരു കൺസെപ്റ്റ് സെറ്റപ്പിലൊന്നും ഒരു സാധനങ്ങളും എടുത്തിട്ടില്ല. അപ്പം ബാക്കി ആൾക്കാരൊക്കെ വരുന്നുള്ളൂ. അപ്പം നമ്മളിന്ന് യൂസ് ചെയ്യുന്നത് കാനോണിൻ്റെ R6 Mark II 85 ഉണ്ട്, പിന്നെ ഒരു 24-ൻ്റെ ഒരു ലെൻസും ഉണ്ട്, പിന്നെ ഒരു 50mm ഉണ്ട്, പിന്നെ ബാക്കപ്പിന് വേണ്ടിയിട്ടൊരു 200D കൂടെ വെച്ചിട്ടാണ് ഇന്നത്തെ ഫുള്ള് ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ ലൈറ്റിങ്ങിന് വേണ്ടിയിട്ട് ഗോഡക്സിൻ്റെ LC500 ഉണ്ട്, പിന്നെ ഗിംബൽ യൂസ് ചെയ്യുന്നത് VBLS C1-ൻ്റെ, പിന്നെ റിഫ്ലക്ടർ ഉണ്ട്. പക്ഷേ നമ്മളിന്ന് റിഫ്ലക്ടർ യൂസ് ചെയ്യുന്നത് റിഫ്ലക്ടറിലാണ് നമ്മൾ ഇന്ന് പ്രോപ്പർട്ടി ആയിട്ട് എടുക്കുന്നത്. കുറച്ച് പേപ്പർ ഡിക്ഷണറി ഞാനെടുത്ത് കത്തിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ സാധനം സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടീസ്. പ്രോപ്പർട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നുമില്ല. വീട്ടിലിരുന്ന പഴയൊരു ഡിക്ഷണറി ഞാനങ്ങ് എടുത്തുകൊണ്ട് പോകുന്നു. എടുത്ത് കത്തിച്ചേക്കുവാണ്. വേസ്റ്റൊന്നും നമ്മളിവിടെ കളയുന്നില്ല. കാരണം ഈ സ്ഥലം നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലൂടെ ഈ വെള്ളം അടിക്കാനൊക്കെ ആൾക്കാർ വന്നൊരു കുപ്പിയും അതുപോലെ ഫുഡിൻ്റെ വേസ്റ്റും എല്ലാം ഇട്ട് ഭയങ്കര വൃത്തികേടായിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ കുറച്ച് നല്ല സ്ഥലങ്ങളൊന്നും വന്നിട്ട് ഇങ്ങനെ കളയരുത്. ശരിക്കും വേണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ വരുന്നവർക്ക് എന്തിലാട്ടെ പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത് ഏതാ സാധനമൊക്കെ ട്രിസ്കി, ട്രൈഫിള്, സ്ട്രോമ, ടൗൺ ഫോസ്ക്, ഏതാണ്ട് ടീ വരെയുള്ള സാധനങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട്. രാവിലെ ഇരുന്ന് കത്തിച്ച് കളഞ്ഞാണ് ഈ സാധനങ്ങളെല്ലാം. അപ്പോൾ ഈ സാധനങ്ങൾ നമ്മളിങ്ങനെ ഒട്ടിച്ചൊട്ടിച്ചങ്ങ് വെക്കും. ഒട്ടിച്ച് വെച്ചിട്ട് ഇനിയിപ്പോൾ ബാക്കി സാധനങ്ങൾ കാണിച്ചു തരാം. 2 അമ്മമാർ വരുന്നുണ്ട്. ഭാഗ്യത്തുണ്ടെങ്കിൽ അവിടെ ചേർന്നകത്ത് വീഴും. വീടോ? വീടില്ല. ആവോ ബേട്ടാ. ആരടാ എന്നെ പെണ്ണാക്കിയേ? ശരിയാട്ടാ, താടിയില്ല, വീഴ്ചയില്ല. ബ്രോ, നൈസ് ടു മീറ്റ് യു. നമ്മുടെ താരം അതിലൂടെ വരുന്നുണ്ട്. അവിടെ ഒരു ചേറുണ്ട്. ആ ചേറിനകത്ത് മിക്കവാറും തെന്നി വീഴാനുള്ള ചാൻസ് ഉണ്ട്. വീണോ? അവിടെ കാലുകുത്തിയാ തീർന്നു. കാലുകുത്തി ഇവിടെ പോയടാ. വണ്ടി ഇവിടെ നിൽക്കുമോ എന്നുള്ളതാണ് സംശയം. നിന്ന് നിർത്ത്. സ്വാഭാവികം. ചാർട്ട് മേടിക്കാൻ പോയാൽ വരുന്നുണ്ട്. ഇൻഡിക്കേറ്ററൊക്കെ അതൊക്കെ ഓഫാവുന്നു. എന്തിയാടാ ചാർട്ട് പേപ്പർ എന്താടാ? എടാ പണിയെടുക്കുന്ന ബംഗാളികളും പണിയെടുപ്പിക്കുന്ന മലയാളികളും. ഇല്ല, ഇനി അത് പറയൂല. ഇനി പറഞ്ഞ നേരത്തെ ഫ്ലോ കിട്ടൂല. കുഴപ്പമില്ല, നീ പറഞ്ഞോ. ഇല്ല പറ. ഇതും കൊണ്ട് പഴം മുറിച്ച പഴത്തിന് വരെ ഇക്ലി ആവൂലോന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു പീസ് ഉണ്ട്, അതിനെ എവിടെ ഒട്ടിക്കും? പറഞ്ഞ 3 മേടിച്ചോണ്ട് വരാല്ല. അതേ 2 ഉള്ളായിരുന്നു. ഒരു പത്രം മേടിച്ചോണ്ട് വിത്തം മേടിച്ചോണ്ട് ഇതാണ് നിന്റെ ഉള്ളൂ. ശരിയാട്ടാ.
എടാ ഞാൻ ചോദിക്കട്ടെ ഓ ഇവിടെ ഈ സാധനം ഈ കോക്കില്ല കുത്തിക്കേറ്റാൻ പറ്റൂലല്ലോ അങ്ങനെ കുഴപ്പമില്ല, ഇച്ചിരിയൊക്കെ ഒട്ടിച്ചാലും സീനില്ല. മറ്റത് പറിക്കണോ? ആ പറിച്ചിട്ട് അതിനടിയിലോട്ട് കുത്തിക്കേറ്റി വെക്കണോ? പരിപാടി എങ്ങനെയുണ്ടാ? സെറ്റല്ലേ ഇരുന്ന് പുഴുങ്ങുവാന്ന്. നല്ല ചൂടുണ്ട്. അന്നു സാർ എന്ത് പറയുന്നു സാർ? നമ്മൾ ബാക്കിയുള്ളവരെല്ലാം ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നതിന് ഒട്ടിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് രണ്ടവന്മാർ അവിടെ നിന്ന് ഫോട്ടോ എടുത്ത് കളിക്കരുത്. എന്നെ ചെയ്യണ്ടേ? ആ പണിയെടുക്കാൻ അറിയാൻ പാടില്ല, നിനക്ക് അറിയാവുന്നല്ലേ. അങ്ങനെ നമ്മുടെ ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പം നമ്മൾ ഇവിടെ അടുത്ത് തന്നെയുള്ളൊരു റിസോർട്ടുണ്ട്, പാണ്ടോറ. സോറി ബോസ്. ഓക്കെ, നല്ല രസമുണ്ടാ. അങ്ങനെ മേക്കപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മളിവിടെ തിരിച്ചെത്തി. നമ്മുടെ പാണ്ടോറ എന്ന് പറഞ്ഞ റിസോർട്ടുണ്ട്, അവിടെ ചെന്നിട്ടാണ് നമ്മൾ ഡ്രസ് ചേഞ്ചും കാര്യങ്ങളെല്ലാം ചെയ്ത്. ബോയ്സ് റെഡി അല്ലേ? അപ്പോൾ നമ്മുടെ പയ്യന്മാരെല്ലാം അവിടെ സാധനം റെഡിയാണ്. ഇനിയിപ്പം അവിടെ കുറച്ച് പുല്ലും കാര്യങ്ങളും, ഇപ്പോൾ ഒരു എന്തോ പൂവ്, മറ്റേ പൂവിൻ്റെ പേനടാ, ഇതിൻ്റെ അവിടെ പോയി നമുക്ക് വീഡിയോസ് എടുക്കണം. അപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാരൊന്ന് പരിചയപ്പെടാം. എടാ മറ്റേ മയക്കുന്നടാ, അല്ല ഓർമ്മ ഉണ്ട്. ഹലോ, മൈക്ക് പറ്റട, എന്നിട്ട് എടുക്കുക. ഫാസ്റ്റ് ഫോർവേഡ് കഴിക്കാം. ഓക്കെ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മിസ്റ്റർ ഒറ്റയാനാണ്, മിസ്റ്റർ അശ്വിൻ, പിന്നെ മിസ്റ്റർ ജിമ്മൻ. ആ അത് തന്നെ. സംസാരിക്കട്ടെ. ഹായ് ഗൈസ്. ആ പറഞ്ഞോളൂ. പ്രത്യേകിച്ചൊന്നും പറയാനില്ല, നല്ല രസമുണ്ട്. ആണോ? നല്ല ഫോട്ടോകളൊക്കെ കിട്ടി. ബാക്കിൽ കാണുന്ന സാധനമാണ് ഇലവീഴ പൂഞ്ചിറ. ആ മുകളിൽ മല കാണുന്നുണ്ടല്ലോ, ആ മലയാണ് ഇലവീഴ പൂഞ്ചിറ. നീ കണ്ടിട്ടുണ്ടോടാ? താഴെ കാണുന്ന സ്ഥലമാണ് അടൂർമല. അതെ അതെ. ഇതേ കാണുന്നതാണ് നെസ്റ്റിൻ റിസോർട്ടാണ് ഗൈസ്. മൊത്തം സ്ഥലം കിട്ടിയില്ലേ? കിട്ടി കിട്ടി. കാണത്ത പോലെയല്ല. അതെ. പിന്നെ ഇവനാണ് ജോൺസ്. നമ്മൾ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അതെ 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 അതെ. കരിങ്കുന്നത്തെ മെയിനാണ്. പിന്നെ ഇവന്റെ ആണാണോ പെണ്ണാണെന്നോ തിരിച്ചറിയാൻ പറ്റാതെ പോയത്. ആ വീഡിയോ ഇതിന്റെ സൈഡിൽ ഇടുന്നതായിരിക്കും. ഓൾറെഡി നമ്മൾ പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കും ഇവിടെ. ഓക്കെ, നമ്മുടെ സാധനങ്ങളെല്ലാം റെഡിയാണ്. ഇതാണ് നമ്മുടെ പണിയെടുക്കാൻ പോണ സാധനം. നമ്മുടെ പഴയൊരു ഡിക്ഷണറി ഉണ്ടായിരുന്നു, ഡിക്ഷണറി എടുത്ത് കത്തിച്ച് ഈ പരുവത്തിലാക്കിയേക്കാണ്. നമ്മളൊരു വീഡിയോ കണ്ടിട്ട് റെഫറൻസ് ആയിട്ട് എടുത്തതാണ്. അപ്പം സാധനം എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല, നോക്കാം. ഹായ് ഗൈസ്. ഹലോ, നമുക്ക് ഇങ്ങോട്ട് വെക്കാം. അപ്പോൾ ഒരു കളറില്ലേ, നല്ല രീതിക്ക് ഒരു കളറില്ലേ? അതെ, ശരിയാടോ. ഓക്കെ, ഹായ്. ഇപ്പം അല്ല, ഹായ് ഒന്നും വേണ്ടല്ലോ. ഇതാണ് അന്നുവാണ് നമ്മുടെ ഇന്നത്തെ മോഡൽ. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. നമ്മൾ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഉദ്ദേശിക്കുന്നത് ടി മുതൽ ഇസഡ് വരെയുള്ള അക്ഷരങ്ങളെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പം നമുക്ക് ഷൂട്ട് തുടങ്ങാം. നീ വല്ലതും പറഞ്ഞായിരുന്നോ? പട്ടി നീ അവിടെ ഇരുന്നോ നീ? ആ, അവിടെ വിളിച്ചിരുന്നു. നീ അവിടെ നിന്നോ? നീ അവിടെ ഇരുന്നേ. മുട്ടുകുത്തി. ആ, അങ്ങനെ ഇരുന്നു. ഏത്? അന്നു ഒരു സൈഡിലേക്ക് നോക്കി. ബാക്കിലേക്ക് നോക്കി. ബാക്കിലേക്ക് വരരുത്, ഞാനിവിടെ ഫോട്ടോസ് എടുക്കണ്ടോ? ഓക്കെ. ആ ഓക്കെ. അങ്ങനെ നിൽക്കുന്നു. നിന്റെ നേരിലാണാ? അല്ല, എന്തെങ്കിലും ചെയ്യണ്ടേ? എന്തെങ്കിലും ചെയ്യാം. ശരിയാ. ഞാൻ ചോദിക്കണം, നമുക്ക് ഇത്തേലും കുറച്ച് ക്ലോസ് നമുക്കത്
ഇങ്ങനെ നിന്നിട്ട് ബാക്കിൽ ഇവരെ കൊണ്ടുള്ളത് പിടിപ്പിക്കാം. അതെ, ക്ലോസ് മാത്രം എടുത്താലും ചോദിക്കുന്നത്. ക്ലോസ് എടുക്കാം. എന്നാല് എടാ ജോൺസൺ, മറ്റേ കോൺട്രാസ്റ്റിന് ഇത് കൂടെ കുറച്ചിട്ട് എടുത്താൽ പറ. 200 എന്നടാ, 200 എടുക്കുന്നില്ലേ? അങ്ങനെ അങ്ങനെ ഇത് മീര് എനിക്കൊരു സപ്പോർട്ട് ഇങ്ങനെ പിടിച്ചാൽ എനിക്ക് പൊക്കില്ല. ഓ എടി ഇങ്ങനെ പൊക്കി പിടിക്കാൻ എന്നിട്ട് നീ വിഷമിക്കണ്ട, നീ അതിന്റെ പൊക്കത്ത് കയറിയല്ലോ. കൈ ഷോൾഡർ പിടിച്ച് ബോഡി അത്രയും വേണ്ട, കുറച്ച് ഇങ്ങോട്ട് കൈ ഇച്ചിരി വൈഡാക്ക്. ക്യാമറ നോക്കി ഒരു ആറ്റിറ്റ്യൂഡ് എല്ലാം കൊടുത്തു. നീ സീരിയസ് ആക്കും. അങ്ങനെ ഒറ്റയാനും കൂട്ടുകാരും വിട പറയുകയാണ്. സൈനിങ് ഓഫ്. ബൈ ബൈ. ഓക്കേടാ, ബൈഡാ, ടാറ്റ. ഓക്കെ, ഈ സാധനത്തിന് വലിപ്പം അതല്ല സാധനം കയറാൻ. ഓക്കെ, ടാറ്റ. അപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് എടുത്തോണ്ടിരിക്കണം, പക്ഷേ ഇതുവരെ ഉദ്ദേശിച്ച ടൈപ്പ് ഒരു സാധനമൊന്നും കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ അസ്വസ്ഥരാണ് അല്ലേ ജോൺസ്? സെറ്റ് ആവുന്നില്ല അങ്ങോട്ട്. അതെ. ആ രണ്ടാമത് എടാ വീട്ടിൽ പോടാ. നമ്മൾ കുറേ നേരമായിട്ട് ഇവിടെ വന്നിരുന്നിട്ട് ഫോട്ടോസ് വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മൾ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റാക്കി കഴിഞ്ഞിട്ട് ഉദ്ദേശിച്ച പോലത്തെ ഫോട്ടോസൊന്നും നമുക്കങ്ങ് കിട്ടുന്നില്ല. എന്തോ ഇവിടെ തകരാറുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. എന്നെ ജോലി സെബാസ്റ്റ്യൻ പറയൂ. ഞങ്ങൾ അസ്വസ്ഥരാണ്. ആ അതല്ലേ, ഞങ്ങൾ അസ്വസ്ഥരാണ്. ഓക്കെ ബൈ. നമ്മൾ 7:30 ആയി കഴിഞ്ഞത്തേനും നമ്മുടെ ഷൂട്ടിങ്ങും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയി. ഇരുട്ടി തുടങ്ങിയോണ്ടും പിന്നെ മാക്സിമം നല്ല ഔട്ട്പുട്ട് എടുക്കേണ്ടതുകൊണ്ടും നമ്മളധികം എൻ്റെ സീൻസ് വീഡിയോസ് എടുക്കാനായിട്ടൊന്നും നിന്നില്ല. മാക്സിമം നമ്മൾ ഷൂട്ട് ചെയ്ത് തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഈ സ്ഥലമാണ് നമ്മുടെ തൊടുപുഴ മൂലമറ്റം റൂട്ടിലുള്ള കൊടയത്തൂർ എന്ന് പറയുന്ന സ്ഥലം. കിടിലൻ സ്പോട്ടാണ്. നമുക്കൊന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ആൾക്കാരുടെ ശല്യമൊന്നും ഇല്ലാതെ അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ തീരുവാണ്. ഇതാണ് കൊടയത്തൂർ പാലത്തിന് മുകളിൽ കൂടെ പോകുമ്പോൾ ഉള്ള വ്യൂ.